സ്വന്തം കുഞ്ഞു മരിച്ചുപോയ കിസ ഗോതമി എന്ന അമ്മ ദുഃഖം താങ്ങാൻ കഴിയാതെ ശ്രീബുദ്ധനെ സമീപിച്ചു. ഗൗതമബുദ്ധൻ നിങ്ങൾക്ക് അറിയാം, എല്ലാ ദുഃഖത്തിനും കാരണം ആഗ്രഹങ്ങളാണെന്ന് വിശ്വസിച്ച വലിയ ആത്മാവായിരുന്നു അദ്ദേഹം. ഈ സ്ത്രീ അദ്ദേഹത്തെ സമീപിച്ചിട്ട് പറഞ്ഞു, അമ്മ പറഞ്ഞു, എൻ്റെ മകന് അങ്ങ് ജീവൻ തിരിച്ചു നൽകണം. അപ്പോൾ ശ്രീബുദ്ധൻ പറഞ്ഞു, കുഞ്ഞിന് ഞാൻ ജീവൻ കൊടുക്കാം, പക്ഷെ അതിനു മുമ്പ് താങ്കളൊരു കാര്യം ചെയ്യണം. ഈ ഗ്രാമത്തിൽ ഇതുവരെ ഒരു മരണവും നടന്നു കയറാത്തൊരു വീട്ടിൽ നിന്ന് ഒരു പിടി കടുകുമണികൾ വാങ്ങിക്കൊണ്ടുവരണം. അമ്മ പറഞ്ഞു, അതിനെന്താ, ഞാൻ ഇപ്പം തന്നെ പോവുകയാണെന്ന് പറഞ്ഞ് അമ്മ യാത്രയായി. ഓരോ വീടിൻ്റെയും വാതിൽ അമ്മ മുട്ടി. ഓരോരുത്തർക്കും ഓരോരോ കഥ പറയാനുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരുടെ മരണം മാത്രമല്ല, ജീവിതത്തിൽ പലവിധമായ പ്രശ്നങ്ങളിലൂടെ ഓരോരുത്തരും കടന്നു പോകുന്നുവെന്ന് ആ അമ്മയ്ക്ക് മനസ്സിലായി. അങ്ങനെയുള്ള മനുഷ്യർ മാത്രമാണ് മിക്കവാറും എല്ലാ വീടുകളിലുള്ളത്. ജീവിതത്തിൽ ദുഃഖം അനുഭവിക്കാത്തവരായി ആരും തന്നെയില്ല. ആ അമ്മയ്ക്ക് അങ്ങനെ ഒരു മരണം കയറിയിട്ടില്ലാത്ത ഒരു വീട്ടിൽ നിന്ന് ഒരു കടുകുമണിയും ആ അമ്മയ്ക്ക് കിട്ടിയില്ല. അപ്പോഴാണ് ആ അമ്മയ്ക്ക് അടിസ്ഥാനപരമായ സത്യം മനസ്സിലായത്. ഈ ക്ലേശങ്ങളും ദുഃഖങ്ങളും ഓരോ ആളിൻ്റെ ജീവിതത്തിൻ്റെ കൂടെയുണ്ട്. മരണം എല്ലാവർക്കും വിധിച്ചിട്ടുണ്ടെന്ന് തിരിച്ചെത്തിയ അമ്മ ശ്രീബുദ്ധൻ്റെ മുന്നിൽ ശിരസ്സ് കുനിച്ചു. ദുഃഖത്തെ മറികടക്കുക എന്നത് എളുപ്പമല്ലെന്ന് അമ്മ പറഞ്ഞു. എന്തായാലും അതിന് നിങ്ങൾക്ക് കഴിയും, അതിന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ മതി എന്ന ഒരു തിരിച്ചറിവ് എന്ന് പറഞ്ഞാൽ ദുഃഖം മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ കൂടെയുള്ളതാണ്. സുഖ ദുഃഖ സമ്മിശ്രമാണ് ജീവിതം എന്നുകൂടി തിരിച്ചറിഞ്ഞാൽ മതിയെന്ന് ഗൗതമ ബുദ്ധൻ അവരെ പഠിപ്പിച്ചു. ഈ തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. നമുക്ക് മാത്രം ദുഃഖം ബാക്കി വയ്ക്കുന്നു എന്ന ചിന്ത പാടില്ല. ദുഃഖം എല്ലാവർക്കും ഉണ്ട്. അത് ഏതോ ഒരു സിനിമ പാട്ടിൽ പറഞ്ഞതുപോലെ സുഖം ഒരു ബിന്ദു, ദുഃഖം ഒരു ബിന്ദു, ബിന്ദുവിൽ നിന്ന് ബിന്ദുവിലേക്ക് ഒരു പെൻഡുലം ആടുന്നു. അപ്പോൾ ആ പെൻഡുലം ദുഃഖത്തിനും സന്തോഷത്തിനും ഇടയിൽ ഇങ്ങനെ ആടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഒരു തിരിച്ചറിവോടെ നമുക്ക് ഇന്നത്തെ മോർണിംഗ് ഷോ തുടങ്ങാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.